ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മളെ അവസാനത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യം. നമുക്ക് നഷ്ടപ്പെട്ടുപോയ പണം ഒരുപക്ഷെ തിരികെ സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ കടന്നുപോയ ഒരു നിമിഷം പോലും നമുക്ക് തിരികെ കിട്ടില്ല. അതുകൊണ്ടുതന്നെ സമയം എന്ന് പറയുന്നത് പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണ്. ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കിയേ. സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചും നമ്മുടെ ലക്ഷ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തും നമ്മൾ എത്രമാത്രം സമയം കളയുന്നുണ്ട്. ആ പോകുന്ന സമയമൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല, അല്ലേ? ശരി, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. ഏതൊരു ശവക്കല്ലര എടുത്താലും അതിൽ 2 തീയതികളുണ്ടാവും, അല്ലേ? ജനിച്ച ദിവസവും മരിച്ച ദിവസവും. സത്യം പറഞ്ഞാൽ ഈ രണ്ടിലും നമുക്ക് വലിയ കൺട്രോളൊന്നുമില്ല. പക്ഷേ അതിനിടയിൽ ഒരു ചെറിയ വരയുണ്ട്, ഒരു ഡാഷ്. അതാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ കഥ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ ജീവിക്കേണ്ടത് ആ 2 തീയതികൾക്ക് വേണ്ടിയല്ല, മറിച്ച് അതിനിടയിലുള്ള ആ വരയ്ക്കു വേണ്ടിയാണ്. ഓരോ ദിവസവും ഒരു ഉദ്ദേശത്തോടെ ജീവിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെ നമ്മുടെ കഥ എഴുതാനുള്ള അവസരമാണ് ആ വര. ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയാലോ? പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ 100% സത്യസന്ധരായിരിക്കണം. കാരണം ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ശരീരം, അതാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. 1 മുതൽ 10 വരെയുള്ളൊരു സ്കെയിലിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ എന്തു മാർക്ക് കൊടുക്കും? സത്യസന്ധമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ അതിനെ നശിപ്പിക്കുകയാണോ? പ്രായമെന്ന് പറയുന്നത് വെറുമൊരു അക്കം മാത്രമാണ്. ജോർജ് ബേൺസ് പറഞ്ഞതുപോലെ, നമുക്ക് പ്രായമാകുന്നത് തടയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ വയസ്സനാകേണ്ട ആവശ്യമില്ല. നമ്മുടെ എനർജിയും ആരോഗ്യവുമൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കാണിത്. ലോകത്തുള്ളവരിൽ 85% ആളുകളും അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം അവർ സന്തോഷമില്ലാതെയാണ് ജീവിച്ചു തീർക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ 85% ഒരാളാണോ? ദിവസത്തിൽ 8 മണിക്കൂർ. നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയൊരു ഭാഗമാണത്. നിങ്ങൾക്കൊരു ഇൻസ്പിരേഷനും തരാത്ത ഒരു ജോലിക്കു വേണ്ടി അത്രയും സമയം വെറുതെ കളയുകയാണോ നിങ്ങൾ? അത് വെറും സമയം കളയലല്ല, അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും സന്തോഷത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, അവർ നിങ്ങളെ വളർത്തുന്നവരാണോ അതോ തളർത്തുന്നവരാണോ? ചില ബന്ധങ്ങൾ നമ്മുടെ എനർജി മുഴുവൻ ഊറ്റിയെടുക്കും. അങ്ങനെയുള്ള വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ നമ്മൾ കുറേ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലേ? പക്ഷെ വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ യോ-വൈ എന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാരണം. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പോലും നിങ്ങളെ തള്ളിവിടുന്ന ആ ഒരു ശക്തി. അതാണ് നിങ്ങളുടെ എന്തിന്, നിങ്ങളുടെ വൈ. അപ്പോൾ ഈ വൈ എങ്ങനെ കണ്ടെത്താം? അതിനൊരു സിമ്പിൾ ഫ്രെയിംവർക്കുണ്ട്. OPP എന്ന് പറയും. O എന്നാൽ ഓപ്പർച്യൂണിറ്റി, അതായത് അവസരം. നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. P എന്നാൽ പാഷൻ, അതായത് അഭിനിവേശം. നിങ്ങളെ ശരിക്കും ആവേശം കൊള്ളിക്കുന്ന കാര്യം എന്താണ്? കലയോ സ്പോർട്സോ എന്തുമാകാം. അവസാനത്തെ P ആണ് പർപ്പസ്, ഉദ്ദേശം. ഈ അവസരവും അഭിനിവേശവും ഒരുമിച്ച് ചേരുമ്പോഴാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം, നിങ്ങളുടെ വൈ ഉണ്ടാവുന്നത്. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ വൈ കണ്ടെത്തുന്നത്, ആ ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം അന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ ദിശാബോധം വരും. ഓരോ ദിവസത്തിനും ഒരർത്ഥമുണ്ടാകും. അവസാനമായി ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നിങ്ങളുടെ എന്തിന് നിങ്ങളെ കരയിപ്പിക്കുന്നില്ലെങ്കിൽ അതല്ല നിങ്ങളുടെ എന്തിന്. അത്രയ്ക്കും ആഴത്തിലുള്ള, അത്രയും വൈകാരികമായ ഒന്നായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങളുടെ തലമുറകളെ വരെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വൈ? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.